ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തെർമോക്കോൾ കട്ടറാണ്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്കെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യമായിട്ട് വേണ്ടത് പഴയ 2 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അതിലൊരു ബാറ്ററിയിലേക്ക് നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മറ്റേ 9 വോൾട്ട് എടുത്ത് ഇതിലേക്ക് ഒട്ടിച്ച് വയ്ക്കുക. അതവിടെ വച്ചേക്കുക. എന്നിട്ട് വേണ്ടത് 2 പെൻസിലാണ്. ഞാൻ അപ്സറയുടെ 2 പെൻസിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പെൻസിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മരക്കഷ്ണയിലും മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. നമുക്കൊരു സ്ക്രൂ ഇറക്കി വയ്ക്കാൻ പാകത്തിനുള്ള ചെറിയ ഹോൾ മതി, ഒരുപാട് വലുതാവണ്ട. കറക്റ്റ് സൈസിനായാൽ അത്ര നന്നായിരിക്കും. അതിൻ്റെ അറ്റത്തൊരു സെലോ ടേപ്പ് ചുറ്റി വെച്ചിട്ട് സ്ക്രൂ ഇങ്ങനെ കയറ്റിയിടുക. ടേപ്പ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുക. അതുപോലെ 2 കയറ്റിയിടുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച 9 വോൾട്ടിൻ്റെ സൈഡിലായിട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം നമുക്കവിടെ പെൻസിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. നന്നായിട്ട് ഒട്ടിയിരിക്കണം. പശയൊന്നും പിശിക്കരുതേ, കാരണം ചിലപ്പോൾ പറഞ്ഞു പോരും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റേ സൈഡ് കൊടുത്ത് അവിടെ ഒട്ടിക്കുക. നന്നായിട്ട് പശ വെച്ചോ കുഴപ്പമൊന്നുമില്ല. അത് ഒട്ടാൻ വേണ്ടി ഒരു 2-3 സെക്കൻഡ് താമസം വരും, അതുകൊണ്ട് അതവിടെ വച്ചേക്കുക. ആ സമയം കൊണ്ട് റെസിസ്റ്റൻസ് കൂടിയ ഒരു വയർ എടുക്കണം. റെസിസ്റ്റൻസ് കൂടിയ വയർ പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ടാണ് അത് എടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത നിക്രോം വയറാണ്. അങ്ങനെ എടുത്ത് ഇപ്പുറത്തെ ആണിയിലേക്ക് ഒന്ന് ചുറ്റുക. ചുറ്റി ടൈറ്റായി കഴിഞ്ഞ് വലിച്ചിട്ട് അപ്പുറത്തെ ആണിയിലേക്ക് വലിച്ച് ചുറ്റുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വയർ എടുക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റത്തുള്ള തൊലി എന്ന് വെച്ചാൽ വയറിൻ്റെ പുറത്തുള്ള കോട്ടിങ് അങ്ങനെ കളയുക. ഇച്ചിരി നീളത്തിൽ കളയണം, കാരണം നമുക്ക് ആണിയിൽ ചുറ്റി വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നിട്ടൊന്ന് പിരിച്ചിട്ട് ഒരറ്റത്തായിട്ട് ഒരു വയറിൻ്റെ അറ്റവും മറ്റേ അറ്റത്ത് മറ്റേ വയറിൻ്റെ അറ്റവും കൂടെ പിരിച്ചു വെക്കണം. എന്നിട്ട് ആ പെൻസിലിൽ കൂടെ ആ വയറിങ്ങനെ ചുറ്റി വെക്കണം. എന്നിട്ട് ബാറ്ററിയുടെ മേളിലായിട്ട് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്വിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി ഒരു ഈറ്റയുടെ ചെറിയൊരു കഷ്ണം അവിടെ വയ്ക്കുക. എന്നിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കായാലും മതി കേട്ടോ. എന്നിട്ട് ഒരു വയർ എടുക്കുക. അത് നമുക്ക് 9 വോൾട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. 9 വോൾട്ട് ഔട്ട്പുട്ടിലേക്ക് വേണ്ടിയുള്ളത്. 9 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ളത് ആ ബാറ്ററി സ്വിച്ചായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ബാറ്ററി തെറ്റിപ്പോയി കേട്ടോ. കണക്ട് ചെയ്യുക. എന്നിട്ട് നിക്രോമിൻ്റെ ഒരു വയർ സ്വിച്ചായിട്ട് കണക്ട് ചെയ്യുക. നന്നായിട്ട് പിരിച്ച് വയ്ക്കുക. എന്നിട്ട് അതവിടെ അങ്ങ് ഒട്ടിച്ച് വയ്ക്കുക. നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. സ്വിച്ച് ഒരു ഞെക്കിൽ പറഞ്ഞു വരുത്, ഒരു ഞെക്കുമ്പളേ. എന്നിട്ട് ബാറ്ററിയും പെൻസിലൊക്കെ ആയിട്ട് വന്ന് നന്നായിട്ട് സെലോ ടേപ്പ് ചെയ്തെടുക്കുക. സെലോ ടേപ്പ് തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നിക്രോമിൻ്റെ ഒരു വയറും സ്വിച്ചിലേക്ക് കൊടുത്തൊരു വയറും കൂടെ ബാക്കി വന്നില്ലേ, സ്വിച്ചിലേക്ക് കൊടുത്ത മറ്റേ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു, അത് 2 കൂടി 9 വോൾട്ട് ഔട്ട്പുട്ടിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. നന്നായിട്ട് പിരിച്ച് വെച്ച് സെലോ ടേപ്പ് ഒട്ടിച്ചിടുക. ഇൻസുലേഷൻ ടേപ്പില്ലേ അത് നന്നായിട്ട് തേച്ചിടുക, പിടിപ്പിച്ചിടുക. നമുക്ക് വർക്കിംഗ് നോക്കില്ല, അടിപൊളി വർക്കിംഗ് ആണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ലൈക്ക്